വീണ്ടും ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇന്ത്യയിലേക്ക് തിരിച്ച ഇറാനിയൻ എണ്ണക്കപ്പൽ യുഎസിന്റെ ഉപരോധത്തെ തുടർന്നുകൊണ്ട് ചൈനയിലേക്ക് തിരിച്ചുവിട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതോടുകൂടി തന്നെ വീണ്ടും ഇന്ത്യക്ക് ഇന്ധനക്ഷാമം നേരിടേണ്ടി വരുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഗുജറാത്ത് തീരം ലക്ഷ്യമാക്കി നീങ്ങുന്ന പിങ് ഷൂൻ എന്ന കപ്പലാണ് ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ഏർപ്പെടുത്തിയ വിലക്കാണ് ഈ കപ്പൽ ഇന്ത്യയിൽ നിന്നും വഴിമാറി സഞ്ചരിക്കാൻ കാരണമായിരിക്കുന്നത് എന്നതാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വിഷയത്തിൽ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. മാത്രമല്ല, ഇതിന് പിന്നിൽ ട്രംപിന്റെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ അദ്ദേഹം പ്രയോഗിച്ചു എന്നതും വരും ദിവസങ്ങളിൽ മാത്രം അവിടെ അറിയാൻ സാധിക്കുമെന്നതാണ് വ്യക്തമാവുന്നത്. 2019 ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അതായത് ഇന്ത്യൻ എണ്ണ ഇറക്കുമതിക്കായി തന്നെ ഇറാനെ ആശ്രയിക്കുന്നതും. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ആ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള നീക്കങ്ങൾ തടസ്സപ്പെട്ടതോടെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് സമാന്തരമായി തന്നെ ഇറാനിൽ നിന്നുള്ള അവസരങ്ങളും അത് പ്രയോജനപ്പെടുത്താൻ ഇന്ത്യ കൂടുതലായി തന്നെ ശ്രമം നടത്തുന്നത്. അതേസമയം ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലേക്ക് വരികയായിരുന്ന എണ്ണക്കപ്പൽ ഈ ഒരു ഉപരോധത്തെ തുടർന്നുകൊണ്ടാണ് ചൈനയിലേക്ക് വഴിതിരിച്ചുവിടാൻ കാരണമായിരിക്കുന്നത്. ഗുജറാത്ത് തീരം ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു ഈ കപ്പൽ. 6 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി ഗുജറാത്തിലെ വാഡിനാർ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഈ കപ്പലാകട്ടെ അവസാന നിമിഷം ലഭിച്ച നിർദ്ദേശത്തെ തുടർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ചൈനയിലേക്ക് അല്ലെങ്കിൽ ചൈനയുടെ തുറമുഖത്തേക്ക് യാത്രാ ദിശ മാറ്റിയതെന്നതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇറാൻ എണ്ണയുടെ 90% കയറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കാൻ അമേരിക്ക ഇറാനിയൻ എണ്ണയ്ക്ക് ചെറിയ ഇളവുകൾ നൽകിയിരുന്നുവെങ്കിലും സാമ്പത്തിക തടസ്സങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം അതായത് ഇത്തരത്തിൽ ഒരു തടസ്സത്തിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. തങ്ങളുടെ ഇന്ത്യൻ സുഹൃത്തുക്കൾ സുരക്ഷിതമായ കൈകളിലാണ് എന്നും ആശങ്കകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നും ഇന്ത്യയിലെ ഇറാൻ എംബസി ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി വലിയ രീതിയിൽ രൂപപ്പെട്ടതിന് ശേഷം ചൈന, റഷ്യ, ഇറാഖ്, പാകിസ്ഥാൻ തുടങ്ങി ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഹോർമുസ് കടലിടുക്ക് വഴി യാത്രാ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാന പാത ഇറാന്റെ നിയന്ത്രണത്തിലാണുള്ളത്. ഗതാഗത തടസ്സം മൂലം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ആ ഒരു ഇന്ധന വിതരണത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയായിരുന്നു. എന്നാൽ നിലവിൽ 8 ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ നിന്നും സുരക്ഷിതമായി തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 94,000-ലധികം ടൺ LPG വഹിക്കുന്ന BW ടയർ, BWL എന്ന കപ്പലുകൾ ഇതിനോടകം തന്നെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. അതേസമയം ഇന്ത്യയിലേക്കുള്ള LPG, ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ LNG എന്നിവയുമായി എത്തിയ 19 കപ്പലുകൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നതാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. 10ഓളം വിദേശ കപ്പലുകളും 8 ഇന്ത്യൻ കപ്പലുകളുമാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. സംഘർഷത്തെ തുടർന്ന് 500ഓളം കപ്പൽ കുടുങ്ങിയ അതായത് ഈ കപ്പലുകൾ കുടുങ്ങിയ ഈ ഇടങ്ങളിൽ അത് ഇടുങ്ങിയ കടലിടുക്കിൽ നിന്ന് മുൻഗണനാ ക്രമത്തിൽ തന്നെ കപ്പലുകൾക്ക് പുറത്തു കടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വരികയാണ് എന്നതാണ് ഇപ്പോൾ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.